അസ്സലാമു അലൈക്കും. അവസാനത്തെ പത്തിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ. 1000 ഇബാദത്തിന്റെ ശ്രേഷ്ഠതയുള്ള ഒറ്റ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്നെന്ന് എല്ലാവർക്കും അറിയാം. ജീവിതത്തിൽ ഒരാൾക്ക് ഒരു ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ 83 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു മനുഷ്യായുസ്സ് മുഴുവൻ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കൂലി ലഭിക്കും. നമ്മൾ സാധാരണക്കാർക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം പറയാൻ പോകുന്ന പ്രത്യേകം പുണ്യമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ഈ നിസ്കാരം നിർവഹിച്ചാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല പാപങ്ങളും പുറത്തു തരും. ഈ നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം 7 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഈ നിസ്കാര ശേഷം ആരോടും സംസാരിക്കാതെ 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് ചൊല്ലുക. ഇതിൻ്റെ അർത്ഥം അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു എന്നാണ്. ഈ സുന്നത്ത് നിസ്കാരം ഇനിയുള്ള എല്ലാ രാവുകളിലും ചെയ്യണം. 21-ലും 23-ലും 25-ലും 27-ലും അതുപോലെ 29-ലും. പാപം പൊറുക്കലിനെ തേടുകയാണ് ഇനിയുള്ള 10 ദിവസം നമ്മൾ ചെയ്യേണ്ടത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദർ ആണെന്ന് എനിക്കുറപ്പായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ബീവിക്ക് പറഞ്ഞു കൊടുത്തത്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വു തുഹിബ്ബുൽ അഫ്വ ഫഅഫി അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വു തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, അവിടുന്ന് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, പാപം ചെയ്തത് പൊറുക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് ആണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഈ 10 ദിവസവും നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുന്ന സൂറത്തുകളെക്കുറിച്ച് പറയാട്ടോ. ഇനി വരുന്ന എല്ലാ രാവുകളിലും 7 തവണ സൂറത്തുൽ ഖദർ ഓതിയാൽ 70,000 മലക്കുകൾ നമുക്ക് സ്വർഗം കൊണ്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. ഖുർആനിൻ്റെ പകുതി എന്ന് അറിയപ്പെടുന്ന സൂറത്തുൽ സൽസല 2 വട്ടം ഓതിയാൽ ഒരു അർത്ഥം തീർക്കുന്ന പോലെ ആയല്ലേ. പിന്നെ ഖുർആനിൻ്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ ഖുർആനിൻ്റെ 4/1 എന്നറിയപ്പെടുന്ന സൂറത്തുൽ കാഫിറൂൻ, അതുപോലെ ഖുർആനിൻ്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന സൂറത്തുൽ യാസീൻ, ആയത്തുൽ കുർസി, ആമന റസൂൽ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ ഇവ അധികരിപ്പിക്കുക. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിലെല്ലാം തസ്ബീഹ് നിസ്കാരം പതിവാക്കുക. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ സുന്നത്ത് നിസ്കാരവും ഓതേണ്ട സൂറത്തുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം ട്ടോ.